വാർത്തകളിലേക്ക് വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ രാഹുൽ കോടതിയെ സമീപിക്കുന്നത്? ലിബീഷ്, അപേക്ഷ എന്ന് പരിഗണിക്കുമെന്ന ഒരു കാര്യത്തിലായിരിക്കും ഇന്ന് സെഷൻസ് കോടതി തീരുമാനം എടുക്കുക. പ്രധാനമായിട്ടും ഈ ഒരു രാഹുലിന്റെ അറസ്റ്റ് സാങ്കേതിക നടപടികൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ജാമ്യാപേക്ഷ തള്ളിയ സമയത്തിൽ നൽകിയ അപ്പീലിൽ പറയുന്നുണ്ട്. അപ്പീലായിരിക്കും ഇന്ന് കോടതിയിൽ പരിഗണിക്കുക. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ക്രിമിനൽ നടപടി പ്രകാരം 41A നോട്ടീസ് നൽകണമെന്ന ഒരു ചട്ടമുണ്ട്. അത് രാഹുലിന്റെ കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്നൊരു കാര്യവും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്ന സമയത്തും 41A നോട്ടീസ് എല്ലാ കാര്യത്തിലും നൽകേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഈ ഒരു അതിനുശേഷം ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ, പ്രോസിക്യൂഷന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന ഒരു കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച കാര്യത്തിലെയും വൈരുദ്ധ്യങ്ങൾ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആക്രമണം നടത്തി എന്നൊരു കാര്യവും ഈ ഒരു അറസ്റ്റിലേക്ക് നയിച്ച കാരണമായി പറയുന്നുണ്ട്. അതും രാഹുലിന്റെ പക്കൽ ആയുധങ്ങൾ ഇല്ല എന്നൊരു കാര്യത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പ്രതിഭാഗം. അതും കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് രാഹുൽ യാതൊരു ഘട്ടത്തിലും രാഹുലിന്റെ പക്കൽ നിന്ന് ആക്രമണം നടന്നിട്ടില്ല, രാഹുലിന്റെ കയ്യിൽ യാതൊരു ആയുധങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടും. അത് തെളിയിക്കാനുള്ള രേഖകളും വീഡിയോകളും ഇത്തരത്തിൽ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിക്കുമെന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, രാഹുലിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിക്കുന്ന ആശുപത്രി രേഖകളാണ്. ന്യൂറോൺ സംബന്ധമായ രോഗത്തിനായി രാഹുൽ ചികിത്സയിലായിരുന്നു. ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുലിന്റെ ആരോഗ്യസ്ഥിതികൾ വ്യക്തമാക്കുന്ന രേഖകളും കോടതിയിൽ സമർപ്പിക്കും. ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുക. മറ്റൊരു കാര്യം, രാഹുലിന്റെ അറസ്റ്റ്, ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കും കോടതിയുടെ തീരുമാനം വരിക, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നൊരു കാര്യത്തിൽ ഉറപ്പില്ല. എന്നായിരിക്കും പരിഗണിക്കുക, അത് ഉടനെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്തായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. ആ ഒരു കാര്യത്തിലായിരിക്കും ഇന്ന് സെഷൻസ് കോടതി തീരുമാനം എടുക്കുക. ലിബീഷ്, മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുക? രാഹുലിന്റെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി തീർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് പറയുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റ് സമരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വൈകിട്ട് ബ്ലോക്ക് തലത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കൊല്ലം, വയനാട്, ഇടുക്കി ജില്ലകളിൽ കളക്ടറേറ്റിലേക്കോ അതുപോലെ തന്നെ DGP ഓഫീസിലേക്കോ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു കാര്യവും കോൺഗ്രസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നതുപോലെ തന്നെ UDYFന്റെ ചെയർമാൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുലിന്റെ ഈ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ UDYFനും അത്തരത്തിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ല. UDYFന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള സമരങ്ങളുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് UDYFന്റെ കൺവീനറായ PK ഫിറോസും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സഭാ സമ്മേളനമൊക്കെ നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ അറസ്റ്റ് വലിയ രീതിയിലുള്ള ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലിബീഷ്, അതുപോലെ സൂര്യഗായത്രി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഒരു അമിത ആവേശമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിലയിരുത്തൽ, അത് CPM കേന്ദ്രങ്ങളിൽ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ?
തീർച്ചയായിട്ടും കോൺഗ്രസിലെ പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനവും അതുതന്നെയാണ്. അതായത് പുലർച്ചെ 5:30-ക്കാണ് പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിൽ പോലീസുകാരെത്തുന്നതും വീട്ടിൽ കയറി ഇത്തരത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഒക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് ഇത്ര പെട്ടെന്ന് ഈ ഒരു അറസ്റ്റ് നടപടി പോലീസിന് സ്വീകരിക്കാൻ മാത്രം എന്ത് തെറ്റാണ് രാഹുൽ ചെയ്തത്? രാഹുൽ അത്തരത്തിൽ കൊലപാതകം മറ്റുമാണോ ചെയ്തത് എന്നൊരു കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണ്, സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെ എപ്പോഴും ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ ഒരു നടപടി ഉണ്ടായതെന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമര നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ അതിനെ പ്രധാന ആയുധമാക്കി എടുത്തുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സമരങ്ങൾ നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ലിബീഷ്. ശരി സൂര്യഗായത്രി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും അതിന്റെ തുടർ സംഭവവികാസങ്ങളുടെ സമഗ്രമായ വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.